പ്രളയകാലത്ത് ഇതുപോലെ വീട്ടമ്മമാര് വരാറില്ലായിരുന്നു. 7 മണി കഴിഞ്ഞാൽ മിക്കവാറും പരിപാടിക്കൊന്നും വീട്ടമ്മമാരെ കിട്ടില്ല. എന്റെ വരാത്തതെന്ന് അന്വേഷിച്ച് വീട്ടിൽ പോയി വെല്ലടിച്ചാൽ വീട്ടമ്മ വന്ന് വാതിൽ തുറന്നിട്ട് ഒറ്റ ഓട്ട അകത്തേക്ക്. പുറത്തു വന്ന ആളെ പേടിച്ചല്ല, അകത്ത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? ധർമ്മജൻ റെയിൽ പാളത്തിലേക്ക് കയറി മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു. അന്നത്തെ സീരിയൽ കഴിഞ്ഞ് ഉറക്കം കിട്ടുമോ? ധർമ്മജൻ റെയിൽ പാളത്തിലാണ് മലബാർ എക്സ്പ്രസ് കുതിച്ചു വരികയാണ് അല്ലേ? പിറ്റേ ദിവസം വരെ കാത്തിരിക്കാണ്. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ധർമ്മജൻ അങ്ങോട്ടും മലബാർ എക്സ്പ്രസ് ഇങ്ങോട്ടും പോയിട്ടുണ്ട് അല്ലേ? എന്നാൽ നിങ്ങൾ നോക്ക്, മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി വന്ന മഹാപ്രളയകാലത്ത് നിങ്ങൾ ആരെങ്കിലും സീരിയൽ കാണാൻ നിന്നോ? സിനിമ കാണാൻ നിന്നോ? നിന്നില്ല. എന്നാൽ കേരളത്തിലെ സകല വീട്ടമ്മമാർ മാത്രമല്ല, കേരളത്തിലെ സകല മലയാളികളും, ലോകത്തുള്ള സകല മലയാളികളും വൈകുന്നേരം 6 മണിയായാൽ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ വന്ന് കാത്തിരിക്കുക. സിനിമ കാണാനാണോ? സീരിയൽ കാണാനാണോ? അല്ല. മമ്മൂട്ടിയെ കേൾക്കാനാണോ? മോഹൻലാലിനെ കാണാനാണോ? അല്ല. ഒറ്റ മനുഷ്യനെ കാണാൻ, ഒറ്റ മനുഷ്യനെ കേൾക്കാൻ. ആരാണ് അയാൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കാണാനും കേൾക്കാനും. എന്താ സഖാവ് പറഞ്ഞത്? പുഴവെള്ളം, പ്രളയജലം ഒഴുകി വരികയാണ്. സഖാവ് എന്താ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, റീബിൽഡ് കേരള, പുനഃസൃഷ്ടിക്കും ഈ കേരളത്തെ. അടുത്ത വാചകമാണ് പ്രസക്തം. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ റോഡുകൾ തകർന്ന് തരിപ്പണമായി പോയി, പാലങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി, സ്കൂൾ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി, സ്കൂളുകൾ തകർന്നു പോയി, ഒരുപാട് പേരുടെ വീടുകൾ പോയി, കൃഷിയിടങ്ങൾ പോയി ഇല്ലേ? ആ തകർന്ന റോഡുകളാണോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്? തകരുന്ന കാലത്തുള്ള റോഡാണോ? അതിനേക്കാളും നല്ല മനോഹരമായ റോഡുകൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ. പഴയ കാലത്ത് ഓടിട്ട സ്കൂൾ കെട്ടിടങ്ങള് ഇല്ലേ? ആ സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നിടത്ത് പുറത്തു നിന്ന് നോക്കിയാൽ 5 നക്ഷത്ര ഹോട്ടലാണെന്ന് തോന്നിക്കുന്ന മനോഹരമായ കെട്ടിട സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ മൊബൈലുണ്ട്, വാട്സപ്പ് എനിക്കറിയാം, ഫേസ്ബുക്ക് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് കോള് വന്നാൽ എടുക്കും, അതിനപ്പുറത്തേക്ക് ഇത് കേട് വന്നാൽ ഞാൻ എന്റെ പേരക്കുട്ടിയുടെ കൈ കൊടുക്കും, മാമ്പലം മറിച്ചിട്ട് ഓൻ കൈയിട്ടും. എന്താ കാരണം? ഓന് ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ മാറി, നമ്മുടെ ആശുപത്രികളെ നോക്കുങ്ങള്. ഒരു ഡോക്ടർ, ഒരു നഴ്സ് ഇല്ലേ, ഉച്ചക്ക് അടച്ചുപൂട്ടി പോയിരുന്ന, 1 മണിക്ക് അടച്ചുപൂട്ടി പോയിരുന്ന, മരുന്നില്ലാത്ത കോവിഡിന്റെ കാലത്ത്. എന്താ കോവിഡിന്റെ പ്രത്യേകത? ഈ ഇരിക്കുന്നവരിൽ സർക്കാർ ജീവനക്കാരുണ്ട്, അധ്യാപകരുണ്ട്. നിങ്ങൾ ജോലിക്ക് പോയോ? കച്ചവടക്കാരുണ്ട്. നിങ്ങൾ പീടിക തുറന്നോ? കർഷക തൊഴിലാളിന്റെ അന്നന്ന് അധ്വാനിച്ച് അടുപ്പ് പോയിരിക്കുന്ന അവര് പണിക്ക് പോയോ? ഒരാളും പണിക്ക് പോയില്ല. അന്നന്ന് അധ്വാനിച്ച് അടുപ്പ് പുകയുന്ന ഈ കേരളത്തിന്റെ വീടുകളിൽ ഒരാളും ജോലിക്ക് പോവാതിരുന്നിട്ടും ഈ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചോ? മരിച്ചില്ല. എന്താ കാരണം? ഞാൻ മൈക്കില്ലാതെ ചോദിക്കുന്നു. എന്താ കാരണം? വെറുതെ അല്ല നമ്മൾ തോറ്റോണ്. എന്താ കാരണം? പട്ടിണി കിടന്നില്ല. എന്താ കാരണം? കിറ്റ്. എന്താ പറയാൻ നിങ്ങൾക്ക് വലിയ പ്രയാസം? കിറ്റ് കിട്ടി ഇല്ലേ? പ്രളയകാലത്ത് നിങ്ങൾക്ക് കിറ്റ് തന്നു. അതുപോലെ തന്നെ 2 പ്രളയകാലത്ത്, കോവിഡിന്റെ കാലത്ത് കിറ്റ് തന്നു. മനുഷ്യന്മാർക്ക് മാത്രമല്ല, അമ്പലത്തിലെ ആനക്കും കുരങ്ങനും ഭക്ഷണം കൊടുത്ത ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ. ആ കിറ്റിൽ എത്ര ഐറ്റം ഉണ്ട്? ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ കിറ്റ് തന്നെ ഓർമ്മല്ല. പിന്നെ ഐറ്റം 14 ഐറ്റം. 14ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ സഞ്ചി, 13ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി, 12ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ മെഴുതിരി. എന്തിനാ മെഴുതിരിയും തീപ്പെട്ടിയും? നിങ്ങളുടെ മധ്യ കേരളത്തില് 4000 ചില്ലാനം ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയി. ഞങ്ങളുടെ മലബാറിലടക്കം വെള്ളം കയറിയ വീടുകളിൽ സ്വിച്ചിട്ടാൽ ഡിം അടിച്ചു പോകും. ഒരു ഗവൺമെന്റിന്റെ കരുതൽ നോക്കുങ്ങള്. തീപ്പെട്ടി കരുതുക, മെഴുതിരി കത്തിക്കുക. പ്രളയജലൊക്കെ ഇറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച പൊതുയോഗം ജില്ലാ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചെന്നറിയോ? എനിക്ക് കിട്ടിയ കിറ്റിൽ തീപ്പെട്ടിയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അരിയുണ്ട്, കൊത്തമ്പാരിണ്ട്, മല്ലിയുണ്ട്, മേത്തേക്കുന്ന സോപ്പുണ്ട്, അലക്കണ സോപ്പുണ്ട്. ഓന് തീപ്പെട്ടി കിട്ടാത്ത പ്രശ്നം. നിങ്ങൾ നോക്ക്, ആ മഹാപ്രളയത്തെ നമ്മൾ അതിജീവിച്ചില്ലേ? മറുമരുന്നില്ലാത്ത കാലത്ത് കോവിഡിനെ നമ്മൾ അതിജീവിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, പ്രളയം പറയുമ്പോ മറക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ ഇടതുപക്ഷം ഈ നാട്ടില് എല്ലാ കാര്യങ്ങളും നമ്മൾ വാഗ്ദാനമായി പറയുമ്പോ വലതുപക്ഷം ഈ നാട്ടില് വാഗ്ദാനമായിട്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ വലതുപക്ഷമല്ല, ഇവിടെ ഒരു പണക്കാരന്റെ കുതന്ത്രത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നതെന്നറിയാം. തോറ്റ് പൊട്ടിച്ച് കൈ കൊടുക്കണം. ഒരു പണക്കാരന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ലടോ. അങ്ങനെ വളർന്നു വന്ന ഒരു തലമുറ ഈ കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാര് ഈ നാട്ടില് ലുങ്കി കച്ചവടം തുടങ്ങി ലാഭം ഉണ്ടാക്കി കോടികൾ ഉണ്ടായപ്പോ കണ്ണു കാണാതെ ധിക്കാരത്തിന്റെ വാക്കു പറഞ്ഞ് നടത്തുന്നവനെ ഈ മണ്ണിൽ കുഴിച്ചു മൂടണം. അതിന് നിങ്ങൾ ഉണ്ടാവണം ഇല്ലേ? NDAയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയ, ഞാനിപ്പോ അതിന്റെയൊക്കെ വിശദീകരണത്തിൽ നിന്നാല് അടുത്ത യോഗക്കാര് എന്നെ ചിലപ്പോ മേല് വേദനാക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ബാക്കി കാര്യങ്ങൾ ഇവിടെ ഉള്ളവർ പറയും. ഒരു പ്രളയം മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവര്? കഴിഞ്ഞ 2024 ജൂലൈ മാസം 30-ാം തീയതി എന്നെ പോലെ നിങ്ങളെ പോലെ വീടുകളിൽ പോയി കടന്നുറങ്ങിയ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എന്റെ നാട്ടില് ആനിക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത, സഹൗപ്പനോട് വന്നപ്പോ ചോദിച്ചതാ, ആനിക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത 3.5 കോടിയുടെ വികസന, ഞാനത് പറയാൻ നിൽക്കുന്നില്ല. ആ മേപ്പാടിയിൽ നിന്ന് ഇത്തിരി പോയാൽ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഒരുപാട് മനുഷ്യര് നമ്മളെ പോലെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ മഴ പെയ്ത് മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് 100-400 മനുഷ്യര് പിറ്റേ ദിവസം ജീവിതത്തിലേക്ക് ഉണർന്നില്ല, കുത്തിയൊലിച്ചു പോയി. അവിടെ നിന്ന് എവിടെ കിടക്കുന്നു? കോഴിക്കോട് ജില്ലയിലെ എന്റെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തൂടെ ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ. പ്രിയപ്പെട്ടവരെ, ജൂലൈ 31 പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒലിച്ചു വരിക. പെറുക്കി കൂട്ടാൻ തോണിയിൽ പോയവരാ ഞങ്ങള്. മയ്യത്ത് മൃതശരീരം കണ്ട് തോണിയിലേക്ക് കയറ്റുമ്പോ ഉടലുള്ളതിന് തലയില്ല, തലയുള്ളതിന് കൈകാലുകളില്ല. അരികില് മണ്ണിൽ പൂണ്ട് കിടക്കുന്ന അവശിഷ്ടങ്ങള് കയ്യോ കാലോ കാണുമ്പോ പ്രതീക്ഷയോടെ മാന്തിയെടുക്കുമ്പോ ഒരു കൈയിലും ഒരു കാലിലും അവസാനിക്കുക. വയനാട് എവിടെ കിടക്കുന്നു? എന്റെ നാട് എവിടെ കിടക്കുന്നു? സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അലക്കുകല്ലിൽ അരക്കുന്നത് പോലെ മനുഷ്യനെ ചിന്ന ഭിന്നമാക്കി ഒഴുകി വരിക. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മൾ ആ മലയിലേക്ക് ഈ നാട് ഒരുമിച്ച് ഒഴുകിയെത്തി. നമുക്ക് ജാതി ഉണ്ടായിരുന്നു, നമുക്ക് മതത്തിന്റെ വേർതിരിവുണ്ടായിരുന്നു, നമുക്ക് രാഷ്ട്രീയത്തിന്റെ വേർതിരിവുണ്ടായിരുന്നു. എല്ലാരും വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ പറന്നെത്തി കണ്ണൂരിറങ്ങി. എന്നിട്ട് പ്രത്യേക ഹെലികോപ്റ്ററിൽ ആകാശത്തിലൂടെ വീക്ഷണം നടത്തി. സാന്ദർഭികമായിട്ട് പറയണം, ആ ഹെലികോപ്റ്ററിന്റെ പൈസ ആര് കൊടുക്കണമെന്നാ വിചാരിച്ച്? നമ്മൾ കൊടുക്കണം. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? പ്രളയകാലത്ത് നിങ്ങളുടെ ഈ മധ്യ കേരളത്തിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയ നിറഗർഭിണിയെ ഹെലികോപ്റ്ററിൽ വന്ന് ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് കയറിന്റെ ഗോവണിയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. 2 മാസം കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി റിസീറ്റ് ബുക്ക് വെച്ചു. എന്തിന്? ഈ ഹെലികോപ്റ്ററിന്റെ പൈസ എവിടെ ചോദിച്ചിട്ട്. ഇയാളുടെ തറവാട്ടെന്നുണ്ടോന്നാ ഈ പൈസ? എന്റെ നിങ്ങളുടെ നികുതി പണാണ് ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞത്. ഹെലികോപ്റ്ററിൽ വന്ന് മേപ്പാടി ഗവൺമെന്റ് സ്കൂളിന്റെ മുറ്റത്തിറങ്ങി. എന്നിട്ട് നേരെ മേപ്പാടി ആശുപത്രിയിലേക്ക് പോയി. ശേഷമുള്ള കാഴ്ച പ്രിയപ്പെട്ടവരെ നിങ്ങളെ കണ്ടതല്ലേ? മേപ്പാടി ആശുപത്രിയിലെ ഈ പരിക്ക് പറ്റിയവരിങ്ങനെ കണ്ടു നിൽക്കുമ്പോ ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. ആ മുസ്ലിം സ്ത്രീയുടെ 2.5 വയസ്സുള്ളൊരു പെൺകുട്ടി. മറന്നോ നിങ്ങൾ അവളുടെ പേര്? മറന്നോ? അവളുടെ പേര് നൈസമോൾ എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നിന്ന് കണ്ണടയൂരി കളിച്ചു. 2.5 വയസ്സിന്റെ ശൈശവത്തിന് അറിയില്ലല്ലോ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. ഞാനും നിങ്ങളും ടെലിവിഷനിൽ ആ കാഴ്ച നേരിട്ട് കണ്ടു. പിറ്റേ ദിവസത്തെ സകല പത്രങ്ങളുടെയും 1-ാം പേജിൽ ആ ചിത്രം അച്ചടിച്ചു വന്നു. RSSും BJPയും ലോകത്തിനു മുമ്പിൽ പ്രചരിപ്പിച്ചത് എന്താണ്? കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി, കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി പറയാണ്, ആ പെൺകുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക്? ആ പെൺകുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക്? ആ പ്രളയം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി വയനാട്ടിലേക്ക്. അറിയില്ലേ കാഞ്ചനമാല? അറിയില്ലേ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയലോകത്തിന് പുതിയ ആപ്തവാക്യം എഴുതിയ സിനിമ 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തം കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഏടത്തിയമ്മയോടൊപ്പം ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രമായ കാഞ്ചനയോടൊപ്പം ഈ മേപ്പാടിയിലെ വയനാട്ടിലെ സഖാക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ പോയത്. മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും എല്ലാം നടന്നു കണ്ടു. ചൂരൽമല അങ്ങാടിയിലെത്തി. അപ്പൊ സഖാക്കൾ എന്നോട് പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് DYFയുടെ പരിപാടിയിൽ പ്രസംഗിച്ചത് ഇവിടെയാ. ഞാൻ ഓർത്തെടുത്തു, ശരിയാണ്, 1 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മേപ്പാടിയിൽ നിന്നൊരു സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു. എന്നെയല്ല, കാഞ്ചനെ. ആരാ ഷാജഹാൻ അറിയോ നിങ്ങൾക്ക്? ആരാ ഷാജഹാൻ അറിയോ നിങ്ങൾക്ക്? ഞാൻ DYFയുടെ പരിപാടിയിൽ ചൂരൽമലയിൽ പ്രസംഗിച്ചപ്പോ എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇനി ലോകത്ത് ജീവിച്ചിരിപ്പില്ല. കൊണ്ടുപോയി മഹാപ്രളയം. അവന്റെ ഉമ്മാനെ കൊണ്ടുപോയി, അവന്റെ പാപ്പാനെ കൊണ്ടുപോയി, അവന്റെ മൂത്ത മകളെ കൊണ്ടുപോയി. ആ ഷാജഹാന്റെ പുന്നാര മകളുടെ പേരാണ് നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ പെൺകുട്ടി. മേപ്പാടി അങ്ങാടിയിൽ വെച്ച് ഷാജഹാന്റെ പ്രിയപ്പെട്ടവളെ കണ്ടപ്പോ അറിയാതെ ഞാൻ പറഞ്ഞുപോയി,
നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു എനിക്ക് നന്ദി പറഞ്ഞതെന്ന്. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു പ്രിയപ്പെട്ടവരെ, അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു. ആ നമ്മുടെ പ്രിയപ്പെട്ട ഷാജഹാന്റെ പുന്നാര മകൾ നൈസമോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു നയാ പൈസ കൊടുത്തോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ? കൊടുത്തോ? തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ, ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേരാണ് DYFI. ഇല്ലേ, AYF അടക്കമുള്ള സംഘടനകൾ DYFI അവിടെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഈ മുണ്ടക്കൈയിലെ മനുഷ്യർക്ക്, പ്രളയത്തിന്റെ മനുഷ്യർക്ക് 25 വീടുണ്ടാക്കും. നിങ്ങളുടെ ആരുടെയും മുമ്പിൽ പാട്ട് പിരിക്കാൻ വന്നവർ, നിങ്ങളുടെ ആരുടെയും മുമ്പിലേക്ക് റെസീറ്റുകളായി പിരിക്കാൻ വന്നവർ ഇല്ല. ഞാൻ നിങ്ങളും വഴിയരികിലേക്ക്, റോഡിലേക്ക്, തോടിലേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ അവർ പെരുക്കിക്കൂട്ടി. നമ്മുടെ വീടുകളിൽ വന്ന പഴയ കടലാസും കന്നാസും അവർ പെരുക്കിക്കൂട്ടി. ജീവിതത്തിൽ ഇന്ന് വരെ കരിങ്കല്ല് ചുമന്ന് പരിചയമില്ലാത്ത DYFIയുടെ ചെറുപ്പക്കാര് കരിങ്കല്ല് ചുമന്നു, ചെങ്കല്ല് ചുമന്നു, ചുമലിൽ മരം കയറ്റി, ഇല്ലേ, ബിരിയാണി ചാലഞ്ച് നടത്തി, മീൻ കച്ചവടം നടത്തി. അങ്ങനെ അവരുണ്ടാക്കിയത് എത്രയാണെന്നറിയോ? 20 കോടി. 20 കോടി. ആ 20 കോടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് DYFI പറഞ്ഞു 100 വീടുണ്ടാക്കണം സഖാവേ. പോയി നോക്ക്. വയനാടിന്റെ നഗരമായ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് 412 വീടുകൾ ഉണ്ടായ, ഓരോ വീടിനും 2 ബെഡ്റൂമുകള്, ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു സ്റ്റഡി റൂം, ഒരു ബാൽക്കണി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇല്ലേ. അങ്ങനെ 412 വീട്, 3 നിലയിലേക്ക് ഉയർത്താനുള്ള അടിത്തറ, എല്ലാത്തിന്റെയും മുകളിൽ സോളാർ പാന്. ആ 412 വീടുകൾക്ക് എല്ലാ വീടുകളിലും റോഡുകളിലേക്ക് ഇറങ്ങുന്നു. എല്ലാ വീടിന് ചുറ്റും മതില്, എല്ലാ വീടിന് ചുറ്റും ഗേറ്റ്. 25 വീടുകൾക്ക് ഒരു പൂന്തോട്ടം. ആ നഗരത്തിൽ, ആ ടൗൺഷിപ്പിൽ താമസിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ നഴ്സറി സ്കൂള്, പ്രൈമറി ഹെൽത്ത് സെന്റർ, അവർ കല്യാണം നടത്താൻ ഓഡിറ്റോറിയം, അവർക്ക് ഫുട്ബോൾ കളിക്കാൻ സ്റ്റേഡിയം, 9000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ടാങ്ക്, ഭൂമിക്കടിയിലൂടെ വെള്ളത്തിന്റെ സർവീസ്, ഭൂമിക്കടിയിലൂടെ വൈദ്യുതി സർവീസ്. ഇങ്ങനെയുള്ള വിശാലമായ ഒരു ലോകം ഞങ്ങൾ ഉണ്ടാക്കി ഇല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ഈ നാട് ചോദിക്കുന്നു കോൺഗ്രസിനോട്, ആ വയനാട്ടിലെ മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ പണം പിരിപ്പിച്ച ശവം തൂക്കികളോട് ചോദിക്കുന്നു, ആ പണം എവിടെ? ആ പണം എവിടെ? 25 വീട് DYFI ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ AYF കൊടുത്തു 100 കോടി ഇല്ലേ. ഈ നാട് മുഴുവൻ പിരിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്താക്കി പണം? പറ നിങ്ങൾ, എന്താക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്? ആ പേര് ഞാൻ പറയാത്ത പെണ്ണുങ്ങൾ അടിച്ചു എന്ന് കരുതിച്ച ആ ചങ്ങാതി എന്താ കാട്ടിയത്? 5 നക്ഷത്ര ഹോട്ടലുകളിൽ കൺമുമ്പിൽ കണ്ട സകല സ്ത്രീ രൂപങ്ങളെയും ഭോഗവസ്തുവായി കണ്ട് 5 നക്ഷത്ര ഹോട്ടലിൽ ചെലവഴിച്ചു തീർത്തു. അതിലൊരു പെൺകുട്ടിയോട് 50,000 ഇവൻ വാങ്ങിക്കുന്നതിന്റെ ശബ്ദം നമ്മൾ കേട്ടു ഇല്ലേ. ആപ്പ് പോലും കോൺഗ്രസ് ആപ്പ് ഉണ്ടാക്കി. എവിടെ ആപ്പ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇതേ വയനാടിന്റെ കണ്ണീര് കുതിർന്ന മണ്ണിൽ 7 സ്റ്റാർ റിസോർട്ടിൽ ക്യാമ്പ് നടത്തി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് KC വേണുഗോപാലോട് പത്രക്കാർ ചോദിച്ചു, എവിടെ വീട്? ഞങ്ങളെ ഭരണമില്ല. 7 ദിവസം ആറാടാൻ കാണിച്ച പണമുണ്ടെങ്കിൽ 100 വീടുണ്ടാക്കാം അവിടെ. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുക. വയനാട്ടിലെ 400 ചില്ലാനം മനുഷ്യർക്ക് ഭൂമി വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം, ആ വാഗ്ദാനം നടത്തി. ആ പണം മുഴുവൻ എന്താ പറഞ്ഞത്? ആള് കയറാത്ത മനക്ക് മുകളിൽ ആന കയറുന്ന സ്ഥലത്ത് 3.5 ഏക്കർ ഭൂമി വാങ്ങിയിട്ട് KPCC പ്രസിഡന്റ് പറയാണ് 5 കോടി ഭൂമി വാങ്ങാൻ ചെലവായി. അരിച്ചു നോക്കി, എനിക്കിപ്പോ അതിന് സമയമല്ല. 2 ലക്ഷം ഉറുപ്പിക അവിടെ കൊടുക്കണം. ഈ പറഞ്ഞ കണക്കിന് 40,000-ന് എത്ര ഏക്കർ വേണം? കോൺഗ്രസിന് എത്ര സെന്റ് വേണം? ഞാൻ പറയാം. എന്നിട്ട് അവിടെ കള്ളക്കണക്ക് കാണിച്ച് ഇന്ന് വരെ ആ ഭൂമിക്ക് തറക്കല്ലിട്ടു. ആ കല്ലിനപ്പുറം ഒന്നുമില്ല. കണക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോ പറയാ പദ്ധതി പൂർത്തീകരിച്ചിട്ട് തരാം. ഇവർക്കാണോ ഈ നാട്ടിൽ വോട്ട് കൊടുക്കേണ്ടത്? നിങ്ങൾ പറ. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ സമ്പന്ന വർഗം വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളിയോടെ നെഞ്ചൂക്കോടെ എതിർത്ത് നിന്ന് ജയിച്ചു കയറിയ മനുഷ്യരായിട്ട് അടുത്തിരിക്കുന്നത്. ഇയാള് വീണ്ടും വരണം കേരളത്തിന്റെ നിയമസഭയിൽ. ഇയാള് വീണ്ടും വരണം കേരളത്തിന്റെ നിയമസഭയിൽ. അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സമയക്കുറവുകൊണ്ട് മറ്റു കാര്യങ്ങൾ കിടക്കുന്നില്ല. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, നിങ്ങൾ ഉണ്ടാവണം. ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യും. നിങ്ങളോട് അഭ്യർത്ഥിക്കണ്ട. നിങ്ങൾ 1000 നാവുകളാകണം. നമ്മൾ എതിരാളിയെ പറയാൻ നടക്കണ്ട. നമ്മുടെ വികസനങ്ങൾ മാത്രം പറയാ. അനുഭവ സാക്ഷ്യമുള്ള മനുഷ്യരുണ്ട്, ക്ഷേമ പെൻഷൻ വാങ്ങിയ മനുഷ്യരുണ്ട്, സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങിയ മനുഷ്യരുണ്ട്, വീട് കിട്ടിയ മനുഷ്യരുണ്ട്, ഭൂമി കിട്ടിയ മനുഷ്യരുണ്ട്, ആശുപത്രിയിൽ മരുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരോട് പറയാ, നമുക്കൊരുമിച്ച് വർഗീയ കലാപമില്ലാത്ത നാട്, 10 വർഷമായി വർഗീയ കലാപമില്ലാത്ത ഈ നാട് തുടരണം. ഇരുട്ടിലേക്ക് പോകാത്ത വെളിച്ചമുള്ള നാടായി ഈ നാട് തുടരണം. ഈ നാടിനൊപ്പം കുന്നത്തുനാടും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.